ഗായ്സ് അപ്പോൾ ദേ ഞാനും സുക്കുമ്പിയും കൂടി ഓട്ടോ കയറി പോണത് കോതമംഗലം സ്റ്റാൻഡിലോട്ടാണോ എൻ്റെ വല്ലത്തെ വീട്ടിലോട്ട് പോവുകയാണ്. അപ്പം നമുക്ക് ബസ് കിട്ടി കോതമംഗലത്ത് നിന്ന്. അങ്ങനെ ഞാനും സുക്കുമ്പിയും കൂടി രാവിലെ തന്നെ പോണത് അവിടെ നോമ്പുറപ്പിക്കലാണ് കേട്ടോ. അപ്പോൾ ഇക്കാക്ക വൈകിട്ടാണ് വന്നോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും സുക്കുമ്പി രാവിലെ തന്നെ പോവാണ്. അങ്ങനെ ദേ ഞങ്ങൾ വല്ലത്ത് എത്തിക്കഴിഞ്ഞപ്പം നേരെ പോണത് മാമാടെ കടയിലോട്ടാണ് കേട്ടോ. നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ മാമാടെ കടയിൽ ഹാജർ വെച്ചിട്ടാണ് പോവുള്ളൂ. അപ്പോൾ അവിടെ നിന്ന് നമുക്കൊരു ഓട്ടോ വിളിച്ച് വീട്ടിലോട്ട് വിടാമെന്ന് മാമ പറഞ്ഞു. കാരണം ഭയങ്കര വെയിലായിരുന്നു, അതുപോലെ തന്നെ ബ്ലോക്കും. അപ്പം നമ്മൾ വിചാരിച്ചെന്നാൽ ഓട്ടോ കയറി അങ്ങ് പോകാമെന്ന്. കുറച്ചങ്ങ് പോയാൽ മതി, എന്നാലും ഓട്ടോ കയറി അങ്ങ് പോയി നമ്മൾ. അങ്ങനെ ദേ വല്ലത്തെ വീട്ടിലെത്തിയിട്ടു. ഇതാണ് എൻ്റെ വല്ലത്തെ വീട്. അപ്പോൾ കുറേ വീഡിയോ ഞാൻ എൻ്റെ വല്ലത്തെ വീട് കാട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് വല്ലത്തെ വീട്. അപ്പോൾ എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി വെയിറ്റിങ്ങിലാണ് കേട്ടോ. അപ്പോൾ നമ്മളാണ് ആദ്യം നോമ്പുറക്കലിന് എത്തിയത്. അങ്ങനെ ദേ വന്നിരുന്നു, കുറേ നേരം റെസ്റ്റൊക്കെ എടുത്തു. ഭയങ്കര വയ്യായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് ചെറിയ ചെറിയ പണികളൊക്കെ തന്നു. അങ്ങനെ നമ്മൾ ക്യാബേജ് അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ദേ എല്ലാം കഴിഞ്ഞപ്പോൾ അമ്മായി ഇത് ചിക്കൻ കറി വച്ചു. ഒരുവിധം കറികളെല്ലാം റെഡി ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് റീൽസൊക്കെ എടുത്തു, വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് അവിടെ നിന്നപ്പോഴത്തേക്കും സുനി ആൻറ്റിയൊക്കെ വന്നു, ഇളയപ്പായൊക്കെ വന്നു. അങ്ങനെ അവരോട് കുറേ നേരം വർത്താനം പറഞ്ഞിരുന്നു. ഇവരൊക്കെ വരുമ്പോൾ നല്ല രസമാണ് കേട്ടോ, നല്ല സന്തോഷമാണ്. അങ്ങനെ അമ്മ ഇത് അപ്പം ചുട്ടുകൊണ്ടിരിക്കുവാണ്. പിന്നെ എല്ലാ പണിയും കഴിഞ്ഞു. അങ്ങനെ നമ്മളിത് നോമ്പ് തുറക്കുള്ള സാധനങ്ങളെല്ലാം എടുത്തെടുത്ത് വെക്കാണ്. സമൂസ, കട്ട്ലറ്റ്, അതുപോലെ അപ്പമൊക്കെ എടുത്തിട്ട് വരുന്നത് എൻ്റെ ആൻറ്റിയുടെ മോളാണ്. എൻ്റെ ഒരുപാട് വീഡിയോസിലുണ്ട്, അതിൽ ഫോട്ടോസിലൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ ഫോട്ടോസിലൊക്കെ ഞങ്ങൾ ഒരുമിച്ച് ഒരുപാടുണ്ട്. അങ്ങനെ നമ്മളിത് ബാങ്ക് വിളിക്കാൻ വേണ്ടി വെയിറ്റിങ്ങിലാണ് കേട്ടോ. എല്ലാവരും ഇങ്ങനെ നോക്കിയിരിക്കുവാണ്. അപ്പോൾ എല്ലാവർക്കും പറ്റണില്ല, കാരണം വായിന് റെസ്റ്റ് ഇല്ലാതെ വർത്തമാനം പഠിക്കുന്നതുകൊണ്ട് എല്ലാവരും വായിലെ വെള്ളം പറ്റിയിരിക്കുവാണ്. അങ്ങനെ ഞാൻ വീഡിയോ എടുത്തിട്ട് എല്ലാവരും ചിരിച്ചിട്ട് ഓടുവാണ് കേട്ടോ. അങ്ങനെ നമ്മളിത് നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് പച്ചവെള്ളം എടുത്ത് വച്ചിട്ടുണ്ട്. അങ്ങനെ നോമ്പ് തുറന്നു. അപ്പോൾ ഇത് എൻ്റെ തൊട്ടടുത്തിരിക്കുന്നത് അമ്മായി ഉണ്ടോ. അമ്മായി ഇത് നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് കുപ്പിയപാടെ വെള്ളം കമത്തുവാണ്. അങ്ങനെ നമ്മൾ നോമ്പ് തുറന്നു. കട്ട്ലറ്റ്, സമൂസ എല്ലാം കഴിക്കുവാണ്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ എല്ലാവരുടെയും കൂടെ ഇരുന്ന് കഴിക്കുമ്പോൾ ഭയങ്കര ഹാപ്പിനെസ് ആട്ടോ. എനിക്കെന്താ ഞാൻ വല്ലത്തെ വീട്ടിൽ പോണതേ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. എന്താണെന്ന് അറിയാൻ പാടില്ല, ഭയങ്കര നമ്മൾ വിഷമിച്ചിരിക്കുകയാണെങ്കിലും എനിക്ക് അവിടെ പോയി കഴിഞ്ഞാൽ ഭയങ്കര ഒരു ആശ്വാസമാണ്. എൻ്റെ ആ വിഷമം, എൻ്റെ കാര്യങ്ങളെല്ലാം മൈൻഡ് മൊത്തത്തിൽ മാറും. അപ്പോൾ എല്ലാവരും കൂടെ ഇരിക്കുമ്പോൾ ഭയങ്കര രസമാട്ടോ. അപ്പോൾ നമ്മൾ ജ്യൂസൊക്കെ കുടിച്ച് ഇനി ഇരിക്കുവാണ് കേട്ടോ. അത് കഴിഞ്ഞപ്പോഴാണ് ഇക്കാക്ക വന്നത്. ഇക്കാക്ക ഒത്തിരി ലേറ്റായിട്ട് വന്നത്, കാരണം ഭയങ്കര ബ്ലോക്കായിരുന്നു, ഭയങ്കര മഴയും ഇടിവെട്ടൊക്കെ ആയിരുന്നു. അതുകൊണ്ട് പെരുമ്പാവൂർ പള്ളിയിൽ നോമ്പ് വന്നിട്ടാണ് ഇക്കാക്ക വന്നത്. അപ്പോൾ ഇക്കാക്ക ഒക്കെ വന്ന് ഫുഡ് കഴിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ കഴിക്കുകയാണ്. ഞാൻ അപ്പവും ബീഫ് കറിയാട്ടോ എടുത്തത്. അപ്പോൾ അത് കഴിച്ചുകൊണ്ടിരിക്കുവാണ് ഞാൻ. അപ്പോൾ ഇത് ഞാൻ അതിൻ്റെ ഇടയ്ക്ക് വീഡിയോ പിടിച്ചിട്ട് എല്ലാവരും എണിച്ച് ഓടുവാണ്. ഇവർക്ക് വേറെ പണിയൊന്നുമില്ല, എപ്പോഴും വീഡിയോ എടുത്താന്ന് പറഞ്ഞാൽ എന്നെ കളിയാക്കി ചീത്ത പറഞ്ഞിട്ട് ഓടുവാണ്. അപ്പം എൻ്റെ ആൻറ്റിയുടെ മോൾ കുഞ്ഞിരിക്കുവാണ്ട്, കണ്ടോ കണ്ടോ, അങ്ങനെ ഇരിക്കുവാണ്. ഒരു 10 മണിയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ അവിടെ നിന്ന് ഇറങ്ങണം. അപ്പോൾ റംലാൻ്റീനെയും അനുവിനെയും അവരുടെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് വേണം നമുക്ക് പോകാനായിട്ട്. നമ്മൾ പോണ വഴിക്ക് 1-ാം മൈലാണ് അവരുടെ വീട്. അപ്പോൾ അവരെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് അവിടെ നിന്ന് വാരിക്കെട്ടി ചോറും കറികളൊക്കെ ആട്ടോ. ഇനി വീട്ടിൽ വന്നിട്ട് അതൊന്നും ചെയ്യാൻ വയ്യാത്തതുകൊണ്ട് അതൊക്കെ വാരിക്കെട്ടി കൊണ്ടുവന്നു. അപ്പോൾ അത് എല്ലാവർക്കും ടാറ്റയൊക്കെ കൊടുത്ത് ഇറങ്ങും കേട്ടോ. എനിക്കാണെങ്കിൽ ഒട്ടും പോകാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. കുറേ നേരം ഇവിടെ ഇരിക്കാൻ നിൽക്കാത്ത പറഞ്ഞാണ്. പിക്ക പറഞ്ഞു ഇനി താഴെ എണിക്കണം, 10 മണി കഴിഞ്ഞു, ഇനിയിപ്പം എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ പോകാൻ പോണത്. അപ്പോൾ അത് ടാറ്റ തരാൻ വേണ്ടി എല്ലാവരും വന്ന് നിൽക്കുകയാണ്. എനിക്കാണെങ്കിൽ ഇങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ ഭയങ്കര വിഷമമാണ്, കാരണം പോണമല്ലോ, എല്ലാവരും കൂടെ ഇരിക്കുമ്പോഴല്ലേ രസം. അങ്ങനെ റംലാൻ്റീനെയും അനുവിനെയും അവരുടെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് നമ്മൾ നേരെ പോവാണ് കോതമംഗലത്തേക്ക്. നേരെ ചെന്നെത്തിയത് നമ്മൾ 99-ലാണ് കേട്ടോ. കോതമംഗലത്ത് വന്നാൽ എന്താണെങ്കിലും ഷെയ്ക്ക് കടയിൽ കയറാതെ നമ്മൾ പോരൂല. അവിടെ വന്ന് ഞാൻ ഒരു കിറ്റ്കാറ്റ് ഷേക്കും സുർക്കുമ്പി ഒരു സ്ട്രോബെറി ഷേക്കും ഒരു ഷാദി ഷേക്കൊക്കെ പറഞ്ഞ് നമ്മളതൊക്കെ ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കട കുറേ ഫ്രണ്ട്സിനെ കണ്ടിട്ടോ അവിടെ വെച്ചിട്ട്. അങ്ങനെ നമ്മൾ അവിടെ ഇരുന്ന് കുറേ നേരം സംസാരിച്ച് അതൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയുള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.